വെൽക്കം ടു ഹാജാസ് ക്ലാസ്സസ്. എല്ലാവർക്കും എം സീരീസിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ശൈലികൾ എന്നുള്ള ഭാഗം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ ഇന്നും എഴുന്നള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഇതെല്ലാം പഠിച്ചേ തീരുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, എത്ര ശല്യമാണെങ്കിലും സഹിക്കണം. എന്നെ നിങ്ങൾ അങ്ങ് കഷ്ടപ്പെട്ട് സഹിക്കുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുക, എല്ലാം കാണാപ്പാഠം പഠിക്കുക. പരീക്ഷ എഴുതി പാസ്സായി ഫുൾ മാർക്ക്, മലയാളത്തിന് ഫുൾ മാർക്ക് മേടിച്ചിട്ട് നിങ്ങൾ തന്നെ അറിയിക്കണം മലയാളത്തിന് ഫുള്ള് കിട്ടിയെന്നുള്ള കാര്യം. മലയാളത്തിന് മാത്രം കിട്ടിയാൽ പോരാ, എല്ലാത്തിനും കിട്ടണം. എന്നാലും മലയാളത്തിന് കിട്ടിയാൽ എന്നെ അറിയിക്കുക. ക്ലാസ്സിലേക്ക് പോവാം. ശരി, നോക്കിക്കോളൂ. ഗ്രഹപ്പിഴ. അപ്പോൾ പെട്ടെന്ന് തീർത്ത് പോവാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ടെക്നിക്കൊക്കെ മനസ്സിലായല്ലോ. ഇനി നമുക്ക് പെട്ടെന്ന് അങ്ങ് തീർത്ത് പോവാം. ഗ്രഹപ്പിഴ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് മൊത്തത്തിൽ കഷ്ടകാലം പിടിച്ച അവസ്ഥ, എന്തി തൊട്ടാലും നഷ്ടം. അതാണ് എന്ത്? ഗ്രഹപ്പിഴ. അതിന് എന്തെന്ന് പറയണം? കാലദോഷം എന്നാണ് പറയുക. കാലദോഷം. ഇനി ചരട് പിടിക്കുക. ചരട് പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാവരും പട്ടമൊക്കെ പറത്തി കാണും അല്ലേ? അപ്പോൾ ആ പട്ടം എങ്ങോട്ട് പോകണമെന്ന് ആരാ തീരുമാനിക്കുന്നത്? ഈ ചരട് കയ്യിൽ വെച്ചിരിക്കുന്നവനാണ് തീരുമാനിക്കുന്നത്. പട്ടത്തിന് തോന്നി കുറച്ചു നേരം ചന്തയിലൊക്കെ പോയിട്ട് തിരിച്ചു വരാമെന്ന്. വല്ല രക്ഷയുണ്ടോടെ? ഇല്ല. ആര് തന്നെ കരുതണം? ആ പട്ടത്തിന്റെ ചരട് പിടിച്ചേക്കുന്നവൻ വിചാരിക്കണം ഇത് എങ്ങോട്ട് പോകണമെന്ന്. നമ്മളെയൊക്കെ ഒരു പ്രായം വരെ നമ്മൾ മുതിർന്ന വലിയ സെറ്റിലൊക്കെ ആവുന്നിടം വരെ നമ്മുടെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? നമ്മുടെയൊക്കെ പാരൻസിന്റെ കയ്യിലാണ് അല്ലേ? നമ്മൾ പഠിത്തം എല്ലാം കഴിഞ്ഞ് നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കുന്നിടം വരെ. അതെന്തുകൊണ്ടാണ്? നമ്മൾ വേണ്ടാത്ത സ്ഥലങ്ങളിലേക്ക് നമ്മൾ പറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ചരട് പിടിക്കുക എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക എന്നാണ് അർത്ഥം കേട്ടോ. പട്ടത്തിന്റെ കാര്യം ഓർക്കണേ, നിയന്ത്രിക്കുക. ഇനി ചത്ത കുഞ്ഞിന്റെ ജാതകം. ഒരു കുട്ടി മരിച്ചുപോയി. അപ്പം മരിച്ചു പോയി കഴിഞ്ഞ് കുട്ടി പോയല്ലോ, അതിനെ അടക്കം ചെയ്ത് കഴിഞ്ഞു. പിന്നീട് ആ വീട്ടുകാർക്ക് തോന്നുകയാണ്, ആ കുഞ്ഞ് ചിലപ്പം ജീവിച്ചിരുന്നെങ്കിൽ അതിന് രാജയോഗം ഉണ്ടായിരുന്നോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ജീവിച്ചിരുന്നില്ലല്ലോ, പിന്നെ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അവിടെ ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കുക എന്ന് പറഞ്ഞാൽ ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുട്ടി എന്ത് ചെയ്തു? ഒരു കുട്ടി നഷ്ടപ്പെട്ടു പോയി, മരിച്ചു പോയതിനു ശേഷം പിന്നെ ആ കുഞ്ഞ് ജീവിച്ചിരുന്നെങ്കിൽ അതിന് രാജയോഗം ഉണ്ടായിരുന്നെങ്കിലോ, അത് രാജാവാകുമായിരുന്നോ, അല്ലെങ്കിൽ IAS കാരനാകുമായിരുന്നിരിക്കുമോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. കാര്യം അതെന്താണ്? അങ്ങനെയൊന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അത് നഷ്ടപ്പെട്ട് പോയി എന്നുള്ളതാണ്. പിന്നെ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. അതാണ് എന്ത്? നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പിടി ഉപ്പ് വെള്ളത്തിൽ വീണുപോയി. ആ വീണ് പോയ ഉപ്പിനെ പിന്നെ വാരി എടുക്കാൻ പറ്റുമോ? ഇല്ല. അത് വീഴാതിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതാണ് എന്ത്? നഷ്ടപ്പെട്ടതിന്റെ ഗുണദോഷങ്ങൾ പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അപ്പൊ ചത്ത കുഞ്ഞിന്റെ ജാതകം എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടതിന്റെ ഗുണദോഷങ്ങൾ. ഇനി ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു. എന്താ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് നല്ല ദേഷ്യമുള്ള ഒരാളെ അടിക്കാൻ വേണ്ടി നിങ്ങൾ എവിടെയെങ്കിലും പതുങ്ങിയിരുന്നു. നിങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു മനുഷ്യന് നിങ്ങൾ ഇങ്ങനെ 2 ദിവസമായിട്ട് ഇടി കൊടുക്കണം എന്ന കാര്യത്തിൽ നിങ്ങൾ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇടിക്കാൻ വേണ്ടി നിങ്ങൾ പതുങ്ങിയിരുന്നിട്ട് ചാടി വീണ് ഇടിക്കുന്നത് പുറകെ വന്ന് ഏതെങ്കിലും ഒരാളെ. അപ്പൊ എന്ത് സംഭവിക്കും? പിന്നെ നാട്ടുകാരെല്ലാം വളഞ്ഞു കൂടിയിട്ട് നമ്മളെ എടുത്തിട്ട് അടിക്കുമല്ലേ? നമ്മൾ ഉദ്ദേശിച്ചത് അല്ല ചെയ്തത്, അല്ല നമ്മൾ ലക്ഷ്യം വെച്ചതിലല്ല അത് ചെന്ന് കൊണ്ടത് എന്നാണ് അതിനർത്ഥം. ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം? ഞാൻ ആരെയും ഇടിക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല കേട്ടോ. എന്തെങ്കിലും വൈരാഗ്യമുള്ളവർ വിളിച്ചിരുത്തി സമാധാനപരമായിട്ട് ഒരു മേശയ്ക്ക് അപ്പുറം ഇപ്പുറം എന്ന് സംസാരിച്ച് തീർക്കുക. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിനുദ്ദേശിച്ചത് മറ്റൊന്നായി. ചെമ്പ് തെളിയിക്കുക. ചെമ്പ് തെളിയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നിങ്ങൾ അങ്ങനെ തന്നെ അങ്ങ് എടുത്താൽ മതി. നിങ്ങൾ ഒരു ഫേക്ക് പേഴ്സണാലിറ്റി അല്ല, ഫേക്ക് ആണെന്ന് നിങ്ങൾക്ക് ആദ്യമേ സംശയം തോന്നുന്നു. അയാളെ നിങ്ങൾ ഇങ്ങനെ നിരീക്ഷിച്ച് എത്ര നാളാണ് ഒരു ഫേക്ക് പേഴ്സണാലിറ്റി ഫേക്കായിട്ട് അഭിനയിക്കുക? അയാൾക്ക് പരിമിതിയുണ്ട്. എപ്പോഴെങ്കിലും ഒക്കെ തനി സ്വഭാവം എന്ത് ചെയ്യും? പുറത്തു വരും. അപ്പോൾ അയാളുടെ തനി സ്വരൂപം നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. ഒരു കാര്യത്തെക്കുറിച്ചുള്ള സത്യം തെളിയിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ചെമ്പ് തെളിയിക്കുക എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? സത്യം തെളിയിക്കുക. നിങ്ങളുടെ കയ്യിലൊരു ഒരു ആഭരണം കിട്ടി വഴിയിൽ നിന്ന്. നിങ്ങൾ കരുതുകയാണത് ഗോൾഡ് ആണെന്ന് കരുതുന്നു. നിങ്ങൾ കടക്കാരനെ കൊണ്ട് ഏൽപ്പിക്കുമ്പോൾ അയാളിങ്ങനെ ഒരച്ച് കാണിക്കും. എന്താണ്? കവറിങ് ആണ്, അകത്ത് എന്താണ്? ചെമ്പാണെന്ന് കാണിക്കുക. അപ്പൊ അതിന്റെ സത്യം നിങ്ങളെ ബോധ്യപ്പെടുകയാണ് ചെയ്യുന്നത് ആ വസ്തുവിന്റെ. ശരി, നോക്കിക്കോളൂ. ഗ്രഹപ്പിഴ, കാലദോഷം. ചരട് പിടിക്കുക, നിയന്ത്രിക്കുക.
ചത്ത കുഞ്ഞിന്റെ ജാതകം, നഷ്ടപ്പെട്ടതിന്റെ ഗുണദോഷങ്ങൾ. ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ടു, ഒന്നിനുദ്ദേശിച്ചത് മറ്റൊന്നായി. ചെമ്പ് തെളിയിക്കുക, സത്യം തെളിയിക്കുക. ശരി, അടുത്തതിലേക്ക് പോവാം. ചെണ്ട കൊട്ടിക്കുക. ചെണ്ട കൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചെണ്ട കൊട്ടിക്കുക ഒരാളെ അപമാനിക്കുക എന്നുള്ള അർത്ഥമാണ് എന്ത്? ചെണ്ട കൊട്ടിക്കുക എന്നുള്ളതിന്റെ അർത്ഥം. അപ്പോൾ നാണം കെടുത്തുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം കേട്ടോ. നാണം കെടുത്തുക. ചിറ്റമ്മ നയം. ചിറ്റമ്മ നയം എന്ന് പറഞ്ഞാൽ ചിറ്റമ്മയ്ക്ക് മക്കളുണ്ട്, പിന്നെ നമ്മളും ഉണ്ട്. അപ്പോൾ നമ്മുടെ അമ്മമാര് നമ്മളെ പരിഗണിക്കുന്ന പോലെ ചിറ്റമ്മ പരിഗണിക്കുവോടെ? ഇല്ല. ചിറ്റമ്മ തന്നെ ആവണമെന്നില്ല. എന്നും ചിറ്റമ്മയാണല്ലേ എന്താണ് പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്, അല്ലെ വില്ലത്തി സ്ഥാനത്ത് നിർത്തപ്പെടുന്നത് എപ്പോഴും ചിറ്റമ്മയാണ്. ചിറ്റമ്മ തന്നെ വേണമെന്നില്ല. നമ്മളേതെങ്കിലും ഒരു അമ്മായിയുടെ, നമ്മുടെ അമ്മയല്ലാത്ത ഏതെങ്കിലും ഒരു സ്ത്രീയുടെ അടുത്ത്, അമ്മുമ്മയൊന്നും അല്ല, അവർക്ക് ഭയങ്കര സ്നേഹമായിരിക്കും, ഒരു ബന്ധു വീട്ടിലുള്ള ഏതെങ്കിലും ഒരു സ്ത്രീയുടെ അടുത്ത് പോയി നമ്മൾ ഈ വീട്ടിൽ കാണിക്കുന്ന നമ്മുടെ കുറുമ്പും വാശിയും ഒക്കെ കാണിച്ചു നോക്കണം. ഇവർ എത്ര ദിവസം സഹിക്കും നമ്മളെ? ഒരു ദിവസം പോലും സഹിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പൊ തന്നെ നമ്മളെ പാക്ക് ചെയ്ത് അയക്കും. അല്ലെങ്കിൽ കൊണ്ടുവന്ന് എവിടെ നിന്ന് എടുത്തോ അവിടെ കൊണ്ട് വെച്ച് വീട്ടുകാരെ തൊഴുതിട്ട് പോകും. അങ്ങനെയുള്ള നല്ല മനുഷ്യന്മാരാണ് നമ്മളൊക്കെ. ചിറ്റമ്മ അപ്പോൾ നാളെ വിട്ടേക്കൂ. അപ്പോൾ അങ്ങനെ നമ്മളൊരു സ്ഥലത്ത് പോയി നിൽക്കുകയാണെന്ന് വെക്കുക, ഒരു ബന്ധു വീട്ടിലോ അല്ലെങ്കിൽ വേറൊരു സ്ത്രീയുടെ അടുത്ത്, അമ്മയല്ലാത്ത വേറൊരു സ്ത്രീയുടെ കൂടെ നമ്മൾ നിൽക്കുകയാണ്. അവരുടെ മക്കളെ നോക്കുന്നതും നമ്മളെ നോക്കുന്നതും രണ്ട് രീതിയിലായിരിക്കും അല്ലേ? സ്കൂളിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവാറില്ലേടെ? ഉണ്ടല്ലേ? ചില ടീച്ചേഴ്സിന് പഠിക്കുന്ന പിള്ളേരോട് ഭയങ്കര താല്പര്യവും പഠിക്കാത്ത പിള്ളേരോട് ഇത്തിരി താല്പര്യക്കുറവും ഇല്ലേ? അപ്പൊ രണ്ടു തരം നയമാണ് അവിടെ സ്വീകരിക്കപ്പെടുന്നത്. രണ്ടു തരം താല്പര്യങ്ങളാണ് സ്വീകരിക്കപ്പെടുന്നത്. അപ്പൊ പക്ഷപാതമല്ലേ അത്? അപ്പൊ അങ്ങനെയുള്ള നയങ്ങളെ സൂചിപ്പിക്കുന്നതാണ് എന്ത്? ചിറ്റമ്മ നയം എന്ന് പറയുന്നത്. പക്ഷപാതപരമായ നയം. ചിരട്ട എടുപ്പിക്കുക. ചിരട്ട എടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വീട്ടിനകത്ത് നിന്ന് കുറെ ചിരട്ടകൾ പെറുക്കിക്കുന്നു എന്നാണോ അതിന്റെ അർത്ഥം? എപ്പോഴാണ് ഒരു മനുഷ്യൻ ചിരട്ട എടുക്കുന്നത്? പാത്രം എടുക്കാൻ പോലും ഗതിയില്ലാത്ത ചോറെടുക്കാൻ ഗതിയില്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ പാത്രമെങ്കിലും കാണും. പാത്രം പോലും എടുക്കാൻ ഗതിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പിന്നെ ചിരട്ട എടുക്കേണ്ടി വരും. എപ്പോഴാണ് ചിരട്ട എടുക്കുക? പരമദാരിദ്ര്യവും പട്ടിണിയും ഉണ്ടാക്കുന്ന അവസ്ഥയിൽ മാത്രമേ പാത്രം പോലും ഇല്ലാതെ ഒരാൾ ചിരട്ട എടുക്കേണ്ടി വരത്തുള്ളൂ. അപ്പോ ചിരട്ടയെടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദാരിദ്ര്യം ഉണ്ടാക്കുക, ഒരാളെ മുടിപ്പിക്കുക എന്നുള്ളതാണ് അർത്ഥം. ഇനി ചൊട്ടയിലെ ശീലം ചുടല വരെ. ചിലരൊക്കെ ജനിച്ച കാലം മുതൽ അനുവർത്തിച്ചു വരുന്ന ശീലമായിരിക്കും വയസ്സാം കാലം വരെ, മരിക്കുന്നിടം വരെയും ചെയ്യുക. നമുക്കൊക്കെ ചില പ്രത്യേകതരം സ്വഭാവങ്ങൾ നമുക്ക് വളരെ കുഞ്ഞിലേ നമുക്ക് കിട്ടിയതായിട്ട് ഉണ്ടായിരിക്കും അല്ലേ? ഒന്ന് ഓർത്തു നോക്കുക. എല്ലാവർക്കും കാണും ഒരു പ്രത്യേകത, ഒരിക്കലും മാറ്റാൻ പറ്റാത്ത ഒരു സ്വഭാവം എല്ലാവർക്കും കാണും. ആ സ്വഭാവം മരിക്കുന്നിടം വരെയും കൊണ്ടു നടക്കുന്നതിനെയാണ് എന്തെന്ന് പറയുക? ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുക. എന്താണ്? ബാല്യത്തിലെ ശീലം മരണം വരെ. തലമറന്ന് എണ്ണ തേക്കുക. തലമറന്ന് എണ്ണ തേക്കുക എന്ന് പറഞ്ഞാൽ തല ഇവിടെ ഇരിക്കുന്നു, എണ്ണ അവിടെ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് ഞാൻ ഈ സൈഡിലോട്ട് ഞാൻ എണ്ണ തേക്കുവാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ഉള്ള സാധനം ഇതിനെ മറന്നിട്ടാണ് ഞാൻ ഇവിടെയും കൂടെ എൻ്റെ തലയുണ്ട് എന്നുള്ള രീതിയിലാണ്, ഞാൻ രാവണനാണല്ലോ, ഉണ്ട് എന്നുള്ള രീതിക്കാണ് ഞാൻ ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ നില വിട്ട് പെരുമാറുന്ന അവസ്ഥയെയാണ് തലമറന്ന് എണ്ണ തേക്കുക എന്ന് പറയുന്നത്. ഞാൻ വലിയ ആരോ ആണ് എന്നുള്ള രീതിക്കുള്ള പെരുമാറ്റം. നോക്കിക്കേടെ. ചെണ്ട കൊട്ടിക്കുക, നാണം കെടുത്തുക. ചിറ്റമ്മ നയം, പക്ഷപാതപരമായ പെരുമാറ്റം. ചിരട്ട എടുപ്പിക്കുക, ദാരിദ്ര്യമുണ്ടാക്കുക. ചൊട്ടയിലെ ശീലം ചുടല വരെ, ബാല്യത്തിലെ ശീലം മരണം വരെ. തലമറന്ന് എണ്ണ തേക്കുക, നിലവിട്ട് പെരുമാറുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, അടുത്തത് നോക്കിക്കോ. തലയിൽ കയറുക. നിങ്ങൾ ആർക്കെങ്കിലും കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്തു, അവര് നിങ്ങളോട് ഭയങ്കര സ്നേഹത്തോടു കൂടി പെരുമാറിക്കൊണ്ടിരുന്നിട്ട് പിന്നീട് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് കടക്കുകയും നിങ്ങളെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് എന്ത്? തലയിൽ കയറുക എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അമിത സ്വാതന്ത്ര്യം കാണിക്കുക. അപ്പൊ തന്നെ എന്ത് ചെയ്യണം? കൂലിക്ക് താഴെ തള്ളിയിടണം. അങ്ങനെയൊന്നും ആരെയും നമ്മൾ കയറാൻ അനുവദിക്കരുത്. താങ്ങും തണലും.
താങ്ങും തണലും എന്ന് പറഞ്ഞാൽ എന്താണടേ? താങ്ങും തണലും എന്ന് പറഞ്ഞാൽ നമുക്ക് ആശ്രയമായിട്ടുള്ള, നമുക്കൊരു സപ്പോർട്ടിന് വേണ്ടി നമ്മളോട് കൂടി നിൽക്കുന്ന മനുഷ്യന്മാരെയാണ് നമ്മൾ എന്തെന്ന് പറയുക? താങ്ങും തണലും എന്ന് പറയുക. ആശ്രയം എന്നാണ് അർത്ഥം. ഇനി താൻ ചത്ത് മീൻ പിടിക്കുക. സാധാരണ നമ്മൾ മീനിന് എന്താണ് ഇട്ട് കൊടുക്കുക? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ, ഏരിയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് ചൂണ്ടയിൽ കൊടുത്ത് ഇട്ടിട്ടൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അതൊക്കെ മീൻ വന്നിട്ട് ഹായ് ഫുഡ് വന്നു എന്ന് പറഞ്ഞ് അതിൽ കയറി കൊളുത്തി അതങ്ങ് കയറി വരും. നമ്മൾ പിടിച്ച് വെച്ച് പൊരിച്ച് തിന്നും, അല്ലെങ്കിൽ കറി വെച്ച് കഴിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഏരിയ കിട്ടത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ തന്നെ അങ്ങനെ ചൂണ്ടയിൽ ഇങ്ങനെ കുരുത്തിട്ടിട്ട് നമ്മുടെ കഴുത്തിങ്ങനെ കുരുത്തിട്ടിട്ട് എന്ത് ചെയ്യണം? വെള്ളത്തിൽ ചാടിയിട്ട് മീൻ വരട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സമാധിയാവുക. അപ്പോൾ മീനുകൾ വന്ന് നമ്മളെ കൊത്തിപ്പറിക്കും, വലിച്ച് കയറ്റി കഴിഞ്ഞാൽ മീൻ കിട്ടും. അങ്ങനെയാണ്. അങ്ങനെ ചെയ്യുന്ന മനുഷ്യർ, അതായത് ഞാൻ ചത്താലും വേണ്ടിയില്ല, ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ആ ലാഭം ഉണ്ടായാൽ മതി എന്ന് വിചാരിക്കുന്ന ചില മനുഷ്യരുണ്ട്. അവരുടെ പ്രവൃത്തികളെ സൂചിപ്പിക്കാനാണ് താൻ ചത്ത് മീൻ പിടിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? സ്വയം നാശം വരുത്തി ആദായമുണ്ടാക്കുക. തിരയെണ്ണുക. തിരയെണ്ണുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കടൽ തീരത്ത് ചെന്നിരിക്കുന്നു, തിരകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. കൊള്ളാം, വൈകുന്നേരം വരെയുള്ള തിര ഒന്ന് എണ്ണിയിട്ട് പൊക്കളയാം എന്ന് പറഞ്ഞ് നിങ്ങൾ സമയം നോക്കി സ്റ്റോപ്പ് വാച്ച് വെച്ചിരിക്കുകയാണ്. ഒരു 10 മിനിറ്റിൽ എത്ര തിര വന്നു നിങ്ങൾ എണ്ണി കണ്ടുപിടിച്ചു? 53 തിര വന്നു. മഹത്തായ കണ്ടുപിടുത്തം. വല്ല പ്രയോജനം ഉണ്ടോടെ? ഭൂമിക്ക് ഉപകാരമുള്ള എന്തെങ്കിലും നിങ്ങൾ ചെയ്തോ? നിങ്ങൾക്ക് പ്രയോജനമുള്ളതെങ്കിലും നിങ്ങൾ ചെയ്തോ? ഇല്ല. അവിടെ തന്നെ കുത്തിയിരുന്നു, തിരയെല്ലാം വരുന്നതെല്ലാം കണ്ടു, ഞണ്ട് വന്നിട്ട് നമ്മളെ ഇറക്കിയിട്ടൊക്കെ പോയി. അങ്ങനെ പ്രയോജനങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാൽ ഇറക്കിയ ഞണ്ടിനെ എങ്ങനെ എടുത്ത് വീട്ടിൽ കൊണ്ടുവരുന്നേ കറി വെച്ച് കഴിക്കുക, അതുപോലും ചെയ്തില്ല. അപ്പോൾ അതെന്താണ്? തിര എണ്ണുക. വെറുതെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല, എന്നെ ഞണ്ടിറക്കിയാലും വണ്ടിറക്കിയാലും ഞാൻ 10 മിനിറ്റിൽ എത്ര തിര വരുന്നത് കണ്ടുപിടിച്ചിട്ട് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകത്തുള്ളൂ. വല്ല പ്രയോജനം ഉണ്ടോ? ഇല്ല. തിര എണ്ണുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? നിഷ്ഫലമായ പ്രവൃത്തി ചെയ്യുക. എൻ്റെ ഷായൊക്കെ മരിച്ചു കിടക്കുന്നു, ഞാൻ റബ്ബർ കട്ട് എടുക്കട്ടെ. തോക്കിനകത്ത് കയറി വെടിവെക്കുക. തോക്കിനകത്ത് കയറി ഒരാളിങ്ങനെ ഉന്നം പിടിച്ച് വെടിവെക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതിനകത്തോട്ട് കയറിയിട്ട് വെടി പൊട്ടിക്കുന്നില്ലേ? നമ്മളെ മറ്റേ ഇതിനകത്ത് മിഥുനത്തിനകത്ത് പറയുന്നുണ്ടല്ലോ, ഉടക്കി സ്വാമി തേങ്ങ എന്ന് പറയുന്നത് കണക്ക് ഇതുവരെ പൊട്ടിച്ചില്ലേ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കയറി പൊട്ടിക്കുക എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ കറക്റ്റാണ്. എന്താണ്? നെടുമുടി വേണു കയ്യിലൊരു തേങ്ങയും വെച്ചിട്ട് ഇപ്പൊ പൊട്ടിക്കും എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ജഗതി പറയുന്നുണ്ട്, ഇപ്പോൾ ഉടക്കി സ്വാമി തേങ്ങ എന്ന് പറഞ്ഞാൽ തേങ്ങയെ വാങ്ങിച്ച് നിലത്തടിക്കുന്നുണ്ട്. അപ്പോൾ ക്ഷമിക്കാൻ വയ്യ എന്നുള്ള അവസ്ഥയാണ് തോക്കിനകത്ത് കയറി വെടിവെക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അക്ഷമനായി പ്രവർത്തിക്കുക. ജഗതിയെ ഓർക്കൂലേടെ നിങ്ങൾ? ഓർക്കണേ. എവിടെ പോയി എന്റെ റബ്ബർ കേട്ടവാ? പ്രവർത്തിക്കുക, അക്ഷമനായി പ്രവർത്തിക്കുക. ഒന്നുകൂടെ നോക്കിക്കേ. തലയിൽ കയറുക, അമിത സ്വാതന്ത്ര്യം കാണിക്കുക. താങ്ങും തണലും ആശ്രയം. താൻ ചത്ത് മീൻ പിടിക്കുക, സ്വയം നാശം വരുത്തി ആദായം ഉണ്ടാക്കുക. തിരയെണ്ണുക, നിഷ്ഫലമായ പ്രവൃത്തി ചെയ്യുക. തോക്കിനകത്തു കയറി വെടിവെക്കുക, അക്ഷമനായി പ്രവർത്തിക്കുക. ഓക്കെ, അടുത്ത് നോക്ക്. തൃണവൽക്കരിക്കുക. തൃണവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? തൃണവൽക്കരിക്കുക, ഒരാളോട് നമ്മൾ പുല്ല് വില എന്ന് പറയില്ലേ, അതാണ് തൃണവൽക്കരിക്കുക. എന്താണ്? നിസ്സാരമാക്കുക. തെക്കോട്ട് പോവുക. തെക്കോട്ട് പോവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ തെക്ക് ദിശ നോക്കി നമ്മളിങ്ങനെ പൊക്കൊണ്ടേയിരിക്കുന്നു. മനോഹരമായ യാത്ര എന്നാണോ അർത്ഥം? ഇല്ല. എപ്പോഴാണ് നമ്മളെ തെക്കോട്ട് കൊണ്ടുപോകുന്നത്? നമ്മൾ ചത്തു പോകുമ്പോഴാണ് നമ്മളെ സാധാരണയായി തെക്ക് ഭാഗത്തേക്ക് എടുത്തുകൊണ്ട് പോവുക. അപ്പോൾ തെക്കോട്ട് പോവുക എന്ന് പറഞ്ഞാൽ മരിച്ചു പോവുക എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ നമ്മൾ എക്സ്പയർ ആയി എന്നർത്ഥം. മരിക്കുക. തൊഴുത്തിൽ കുത്ത്. തൊഴുത്തിൽ കുത്തെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തൊഴുത്തി കിടക്കുന്ന പശുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി എന്ത് സംഭവിക്കും? ഇവിടെ ഇതുങ്ങൾക്ക് മുറിവുണ്ടാവും. ഒന്നെങ്കിൽ ചത്തുപോകാം, അല്ലെങ്കിൽ എന്താണ് മുറിവ് വയ്ക്കാനൊക്കെ ആയിട്ട് പിന്നെ ഗൃഹനാഥൻ എന്ത് ചെയ്യണം? മരുന്നും അന്വേഷിച്ച് നടക്കണം. എല്ലാതും കൊണ്ടും നഷ്ടം തന്നെ. ഒരേ തൊഴുത്തിനകത്ത് കിടക്കുന്ന ആൾക്കാർ, ഒരേ കൂട്ടത്തിലുള്ള ആൾക്കാർ തമ്മിൽ തല്ലുണ്ടാവുമ്പോൾ നഷ്ടം കൂടുതലായിരിക്കും. അപ്പോൾ എന്താണ് പറയുക അതിനെ? ഒരേ കൂട്ടത്തിൽപ്പെട്ടവർ തമ്മിലുള്ള മത്സരത്തെയാണ് നമ്മൾ സാധാരണ തൊഴുത്തിൽ കുത്തെന്ന് പറയുക.
ത്രിശങ്കു സ്വർഗം. ത്രിശങ്കു സ്വർഗം അതിന്റെ കഥയൊന്നും ഞാൻ പറയുന്നില്ല. പണ്ടൊരു മനുഷ്യൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പുറപ്പെട്ടെ, ഇവിടെ സ്വർഗത്തിലോട്ട് പോയിട്ട് അത് ഒരു മഹർഷിയാണ്, വിശ്വാമിത്രനാണ്. പുള്ളി എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇല്ല താഴേക്കും ഇല്ല എന്നുള്ള അവസ്ഥയിൽ അവസാനം പുള്ളി ഇങ്ങ് നിന്നുപോയി ഇടയ്ക്ക് വെച്ചിട്ട് കേട്ടോ. അതൊക്കെ വലിയ കഥയാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോ ഭൂമിയും ഇല്ല സ്വർഗവും ഇല്ല, ഇടയ്ക്ക് സ്പേസിൽ ഇങ്ങനെ ഇങ്ങനെ എയറിൽ നിൽക്കുകയാണ്. നമ്മൾ ചിലരെ പറയത്തില്ലേ ഇപ്പൊ എയറിൽ നിൽക്കുകയാണെന്ന്, അതാണ് എന്ത്, ത്രിശങ്കു സ്വർഗം. ത്രിശങ്കു സ്വർഗം എന്ന് പറഞ്ഞാൽ അങ്ങും ഇങ്ങും ഇല്ലാത്ത അവസ്ഥയാണ് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാവും. നിങ്ങളൊക്കെ ഏതെങ്കിലും താൽക്കാലിക ജോലികളിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഈ PSCക്ക് പഠിക്കുന്നവരുണ്ടായിരിക്കും. PSC ചില ലിസ്റ്റുകളിലും കാണും. ആ ലിസ്റ്റിൽ നിന്ന് എടുക്കുമോ എന്ന് അറിയാത്തത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ജോലിയെ തൂങ്ങി നിങ്ങൾ അവിടെയും ഇല്ല ഇവിടെയും ഇല്ല എന്നുള്ള അവസ്ഥ നിൽക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്കത് പറഞ്ഞാൽ അപ്പം അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി ധനാശി പാടുക. ധനാശി പാടുക എന്ന് പറയുന്നത് ഒരു ശൈലിയുടെ അർത്ഥം എന്ന് പറയുന്നത് അവസാനിപ്പിക്കുക കേട്ടോ. എന്തെങ്കിലും അവസാനിക്കുമ്പോഴാണ് ധനാശി പാടുക. മനസ്സിലായോ? അപ്പോൾ ധനാശി പാടുക എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക. ഇത് PSCയുടെ ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പഠിച്ചു വെച്ചോ. തൃണവൽക്കരിക്കുക, നിസ്സാരമാക്കുക. തെക്കോട്ട് പോവുക, തെക്കോട്ട് ടൂർ പോയി എന്നല്ല, മരിച്ചുപോയി. തൊഴുത്തിൽ കുത്ത്, ഒരേ കൂട്ടത്തിൽപ്പെട്ടവർ തമ്മിലുള്ള മത്സരം. ത്രിശങ്കു സ്വർഗം, അങ്ങും ഇങ്ങും ഇല്ലാതെ എയറിൽ നിൽക്കുന്ന അവസ്ഥ. ധനാശി പാടുക, അവസാനിപ്പിക്കുക. ഇനി നോക്കൂ, ധൃതരാഷ്ട്രാലിംഗനം. പണ്ട് നമ്മുടെ എന്താണ് മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് മോനെ നമ്മുടെ ദുര്യോധനനെ അടിച്ചു കൊന്നിട്ടേക്കുവാണ്. ആര്? ഭീമൻ. അടിച്ചു കൊന്നല്ല, അടിച്ച് മൃതപ്രായനായിട്ടിരിക്കുകയാണ്. ഈ മനോഹരമായ പ്രവൃത്തി കണ്ടത് കാണാമെന്ന ധൃതരാഷ്ട്രം ഉണ്ടല്ലോ, നമ്മുടെ രാജാവ്. പുള്ളി വന്നിട്ട് ഭീമസേനനെ അഭിനന്ദിക്കാൻ വേണ്ടി, എന്റെ മക്കളെ നിൽക്കുന്നു സൂപ്പർ എന്ന് പറഞ്ഞ് അഭിനന്ദിക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ചിങ്ങനെ മുറുക്കും. കെട്ടിപ്പിടിച്ച് ഈ പിടിക്കുന്ന പിടിയില് ഭീമസേനന്റെ ശരീരത്തിൽ എത്ര അസ്ഥികളുണ്ടോ അത്രയും പൊടിഞ്ഞ് വെള്ളമായി പുള്ളി ഇവിടെ അങ്ങനെ അങ്ങ് നിന്നു പോകും. അപ്പോൾ അങ്ങനെയുള്ള ഭയങ്കര ടൈറ്റ് ഹഗ് ചെയ്യുന്നവരെയാണ് എന്തെന്ന് പറയുക, എന്താ അത് ശരിക്കും അഭിനന്ദനമായിരുന്നു. അത് അല്ല, അതെന്തിനാണ് അങ്ങനെ ചെയ്തത്? പക വെച്ചുകൊണ്ടുള്ള ഒരു സ്നേഹപ്രകടനമായിരുന്നു അത്. അപ്പോൾ ഉള്ളിൽ നിങ്ങളോട് വൈരാഗ്യമുള്ളവരാരെയും നിങ്ങളെ അങ്ങ് മുറുക്കി പിടിക്കുകയാണെങ്കിൽ അതെന്താണ്? ധൃതരാഷ്ട്രാലിംഗനമാണ്. ഉള്ളിൽ പകവെച്ച സ്നേഹപ്രകടനം. ഇനി ദീപാവലി കുളിക്കുക. ദീപാവലി കുളിക്കുക എന്ന് പറയുന്നത് ദീപാവലി പ്രമാണിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഉത്സവ അവസരങ്ങൾ പ്രമാണിച്ച് വസ്ത്രമൊക്കെ എടുത്ത് കുറെ സ്വീറ്റ്സ് ഒക്കെ മേടിച്ച് കുറെ ചെലവുണ്ടാക്കുന്നതിനെയാണ് ദീപാവലി കുളിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? പാഴ് ചെലവ് വരുത്തി ദരിദ്രനാവുക. നെല്ലിപ്പലക കാണുക. നമ്മൾ പണ്ടൊക്കെ കാലത്ത് വീട്ടിൽ കിണർ ഒഴിക്കുമ്പോൾ ഏറ്റവും അടിയിലിടുന്ന സാധനമാണ് നെല്ലിപ്പലക. വെള്ളം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടും രുചി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇടുന്ന സാധനമാണ് നെല്ലിപ്പലക. ഗൂഗിൾ ചെയ്ത് നോക്കണേ, കാണാൻ പറ്റും. ഈ നെല്ലിപ്പലക വെള്ളം സാധാരണ താന്ന് പോയാലും ഒരു ഉറ വെള്ളമൊക്കെ സാധാരണ കിണറ്റിലുണ്ടാവും. അതും വറ്റി കഴിയുമ്പോഴാണ് നെല്ലിപ്പലക കാണുക. അതുപോലെ ഒരു മനുഷ്യന്റെ ക്ഷമ താഴ്ന്ന് അയാൾ അവസാനം പ്രതികരിക്കുന്ന അവസ്ഥയുണ്ടല്ലോ, ആ പ്രതികരണ അവസ്ഥയാണ് നെല്ലിപ്പലക എന്ന് പറയുന്നത്. അപ്പൊ നെല്ലിപ്പലക കാണുക എന്ന് പറഞ്ഞാൽ അവസാനം കാണുക എന്നുള്ളതാണ് അർത്ഥം. അവസാനം. നക്ഷത്രം എണ്ണിക്കുക എന്ന് പറഞ്ഞാൽ ആകാശത്ത് കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ഒരാളെ ഇരുത്തി എണ്ണടാ എന്നും പറഞ്ഞ് എണ്ണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അയാളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി എന്നാണല്ലേ, വിഷമിപ്പിക്കുന്ന പ്രവൃത്തിയാണ്. ആകാശത്ത് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണിയിട്ട് നീ വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞാലോ, വിഷമിപ്പിക്കുക. വിഷമിച്ചു പോകും നമ്മളല്ലേ, വിഷമിപ്പിക്കുക. നാരദൻ. നിങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ ഒരു ഫ്രണ്ട് ഉണ്ടായിരിക്കും, ഇവിടെ കേൾക്കുന്നത് അവിടെയും അവിടെ കേൾക്കുന്നത് ഇവിടെയും എന്ന് പറഞ്ഞ് കൂട്ടി തല്ലിച്ച് വലിയ വലിയ കൊലപാതകമൊക്കെ ഉണ്ടാക്കുന്ന ഒരു മിടുക്കൻ കാണും. ആ മിടുക്കനെ സൂചിപ്പിക്കാനാണ് നാരദൻ എന്നുള്ള പദം ഉപയോഗിക്കുക. നാരദൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഏഷണിക്കാരൻ. ഭീഷണിക്കാരനല്ല കേട്ടോ, ഏഷണിക്കാരൻ, നുണ പറയുന്നവൻ. മനസ്സിലായോ? അപ്പൊ നോക്കൂ, ധൃതരാഷ്ട്രാലിംഗനം, ഉള്ളിൽ പകവച്ച സ്നേഹപ്രകടനം. ദീപാവലി കുളിക്കുക, പാഴ്ചെലവ് വരുത്തി ദരിദ്രനാവുക. പിന്നെ നെല്ലിപ്പലക കാണുക, അവസാനം കാണുക. നക്ഷത്രം എണ്ണിക്കുക, വിഷമിപ്പിക്കുക. നാരദൻ, ഏഷണിക്കാരൻ. ഓക്കെ, നാരായ വേര്. എന്താണ് നാരായ വേര്?
നാരായ വേരെന്ന് പറഞ്ഞാൽ അടിസ്ഥാനം എന്നാണ് അർത്ഥം കേട്ടോ. അടിസ്ഥാനം. നാരായ വേരെന്ന് പറഞ്ഞാൽ അടിസ്ഥാനം എന്നാണ് അർത്ഥം. നേരും നെറിയും നമുക്കൊക്കെ അറിയാം. നേരും നെറിയും എന്താണെന്ന്. എന്താണ്? സത്യവും മുറയും. ഇതൊക്കെ കുഞ്ഞു പിള്ളേരുടെ ടെക്സ്റ്റിനകത്തുള്ളതാണ് കേട്ടോടെ. പടല പിണങ്ങുക. പടല പിണങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ്? പടല പിണങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിനകത്ത് നിന്നുകൊണ്ട് ആൾക്കാർ തമ്മിൽ പിണങ്ങി തെറ്റുന്നതിനെയാണ് പടല പിണങ്ങുക എന്ന് പറയുക. എന്താണത്? അടിയോടെ തെറ്റുക. അടിയോടെ, അടിസ്ഥാനത്തോടെ തെറ്റുക എന്നുള്ളതാണ് കേട്ടോ. അടിയോടെ തെറ്റുക. പച്ച പിടിക്കുക. പച്ച പിടിക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് പച്ച നിറത്തിലുള്ള ഏതെങ്കിലും ചെടിയിൽ പിടിക്കുക എന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല. പച്ച പിടിക്കുക എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധിപ്പെടുക. ഒരു ചെടി എപ്പോഴാണ് പച്ച പിടിക്കുന്നത്? നല്ല പുഷ്ടിയോടെ വളരുമ്പോഴാണ് അല്ലേ? അതുപോലെ മനുഷ്യരും പുഷ്ടിപ്പെടാറുണ്ട്. അപ്പോഴാണ് പച്ച പിടിക്കുക എന്ന് പറയുന്നത്. അഭിവൃദ്ധിപ്പെടുക എന്നാണ് അർത്ഥം. പമ്പ കടക്കുക. പമ്പ കടക്കുക എന്ന് പറഞ്ഞാലോ എന്താ അതിൻ്റെ അർത്ഥം? എന്താണ് പമ്പ കടക്കുക എന്ന് പറഞ്ഞാൽ? എന്താണ്? ഓടി മറയുക എന്നാണ് അർത്ഥം കേട്ടോ. പമ്പ കടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓടി മറയുക എന്നാണ്. നോക്കിക്കോ ഒന്നും കൂടെ. നാരായ വേര് അടിസ്ഥാനം. നേരും നെറിയും സത്യവും മുറയും. പടല പിണങ്ങുക, അടിയോടെ തെറ്റുക. പച്ച പിടിക്കുക, അഭിവൃദ്ധിപ്പെടുക. പമ്പ കടക്കുക, ഓടി മറയുക. ഓക്കെ. അടുത്തത് നോക്ക്. 11-ാം മണിക്കൂർ. 11-ാം മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു ക്ലോക്കിൽ എത്ര മണി വരെ കാണിക്കും? 12 മണി വരെ കാണിക്കും അല്ലേ? അതില് 11-ാം മണിക്കൂർ എന്ന് പറഞ്ഞാൽ അവസാന നിമിഷത്തിന് തൊട്ട് മുമ്പ് എന്നാണ് അർത്ഥം. അപ്പോൾ അവസാന നിമിഷം എന്ന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അതിനെ സൂചിപ്പിക്കാനാണ് 11-ാം മണിക്കൂർ എന്നുള്ള ശൈലി ഉപയോഗിക്കുക. ഇനി പുത്തരിയിൽ കല്ല് കടിക്കുക. പുത്തരിയിൽ കല്ല് കടിക്കുക. നിങ്ങളൊരു പുതിയ ഫ്രണ്ട്ഷിപ്പിലേക്ക് കടക്കുകയാണ്. ഒരു കൂട്ടുകാരനെ നിങ്ങൾ പരിചയപ്പെട്ടു. ആദ്യം കണ്ടതിൻ്റെ അന്ന് മുതലേ അവൻ നിങ്ങളെ എല്ലാ തരത്തിലും മിസ്യൂസ് ചെയ്യുകയാണ്. നിങ്ങളുടെ പൈസ മേടിക്കുന്നു, നിങ്ങളുടെ വാഹനം ഉപയോഗിക്കുന്നു, നിങ്ങളുടെ എല്ലാ തരത്തിലും, നിങ്ങളുടെ വസ്ത്രമാണെങ്കിലും നിങ്ങളുടെ സാധനങ്ങളാണെങ്കിലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവൻ നിങ്ങളെ കഷ്ടപ്പെടുത്തുകയാണ്. അപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ സൗഹൃദം അങ്ങ് അവസാനിപ്പിക്കണം. എന്താണ്? തുടക്കത്തിലേ എന്ത് സംഭവിക്കുകയാണ്? അപ്പോൾ ദോഷമാണെന്നാണ് അർത്ഥം. കൂട്ടുകാരിയാണെങ്കിലും കൂട്ടുകാരന്മാരെ മാത്രം കുറച്ച് നേരമായിട്ട് പറയുന്നു. കൂട്ടുകാരിയാണെങ്കിലും ഇതൊക്കെ തന്നെ കേട്ടോ. ലിപ്സ്റ്റിക് എടുത്തുകൊണ്ട് പോവുക, തിരിപ്പൻ എടുത്തുകൊണ്ട് പോവുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അന്ന് തന്നെ ആ കൂട്ടങ്ങ് അവസാനിപ്പിക്കണം. ആദ്യമേ ഇത്തിരി പരിചയമായതിനു ശേഷം നമ്മൾ തന്നെ എടുത്തങ്ങ് കൊടുക്കുമല്ലേടേ. അതിന് മുമ്പ് വന്ന് കയറുന്നതിന് മുമ്പ് എങ്ങോട്ട് അതിൻ്റെ ബാഗ് എന്ന് പറഞ്ഞ് കൊണ്ടുപോയാൽ എൻ്റെ അർത്ഥം എന്താണ്? ഏതോ തിരുട്ട് ഗ്രാമത്തിൽ നിന്ന് വന്നതാണെന്നാണ് അർത്ഥം. പുലിവാല് പിടിക്കുക. പുലിവാല് പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണിടേ? പുലി ഇങ്ങനെ കിടക്കുന്നു, നിങ്ങൾ ചെന്ന് അതിൻ്റെ വാല് പിടിക്കുന്നു. പുലി തിരിഞ്ഞു നോക്കിയിട്ട് ഹായ് പറയുമോ? ഇല്ല. അതെന്ത് ചെയ്യും? അത് 4 മാന്തും ഒരു കടിയും. നമ്മൾ അവസാനം പിറ്റേ ദിവസം നമ്മൾ പത്രത്തിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. പുലിവാല് പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പുലി നമ്മളെ വിടുവോ? അന്ത്യം കാണും വരെ വിടില്ല. അപ്പോൾ ഒഴിയാത്ത ഉപദ്രവം ഉണ്ടാക്കി വെക്കലാണ് ആ പരിപാടി. പുലിവാല് പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴിയാത്ത ഉപദ്രവത്തിൽ പെടുക. പൊടിക്കൈ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടേതായിട്ട് ചില ടച്ച് അതിനെ വരുത്താൻ ശ്രമിക്കും അല്ലേ? കുക്ക് ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ക്രാഫ്റ്റ്സ് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും അപ്പൊ നമ്മുടേതായ ഒരു ടച്ച് അതിൽ വരുത്താൻ ശ്രമിക്കും. അതാണ് എന്ത്? പൊടിക്കൈ. അതിനെ പറയുന്നത് മനോധർമ്മം എന്നാണ്. പാട്ടുകാരൊക്കെ കണ്ടിട്ടില്ലേടെ? നമ്മൾ കേട്ടിട്ടുള്ള ടൂണിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊക്കെ അവർ പാടിക്കളയും. അപ്പൊ നമ്മൾ ആലോചിക്കും ഇതെന്തോ അവസാനം ആ സംഗതി എന്നൊക്കെ പറയുമല്ലേ? അത് അവരുടെ മനോധർമ്മമാണ്. അതിനെ പറയുന്നത് എന്താണ്? പൊടിക്കൈ എന്നാണ്. പൊടിപ്പും തൊങ്ങലും എന്ന് പറഞ്ഞാലോ? ആരെങ്കിലും ചെന്നിട്ട് ആരെങ്കിലും വന്ന് ഒരു നടന്ന കാര്യത്തെ പറ്റി നമ്മൾ ചോദിക്കുമ്പോൾ അവരുടെ നടന്ന സംഭവത്തിനെ പറ്റി അവർ നടന്നതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്ത് പറയും. അതെന്താണ്? പൊടിപ്പും തൊങ്ങലും വെച്ച് പറയുന്നതാണ്. അപ്പൊ അതെന്താണ്? കൃത്രിമമായി കൂട്ടിച്ചേർക്കൽ.
ഓക്കെ, നോക്കിക്കോ. 11-ാം മണിക്കൂർ അവസാന നിമിഷം. പുത്തരിയിൽ കല്ല് കടിക്കുക, തുടക്കത്തിൽ തന്നെ ദോഷം സംഭവിക്കുക. പുലിവാല് പിടിക്കുക, ഒഴിയാത്ത ഉപദ്രവത്തിൽ പെടുക. പൊടിക്കൈ, മനോധർമ്മം. പൊടിപ്പും തൊങ്ങലും കൃത്രിമമായി കൂട്ടിച്ചേർക്കൽ. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ്, ശൈലികളുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഇപ്പം നമ്മൾ കണ്ടു, കുറേയൊക്കെ പഠിച്ചു. ഇന്ന് ഞാൻ എടുത്തതൊക്കെ കുറച്ച്, ഇന്നത്തെ ഭാഗത്തിൽ എടുത്തതെല്ലാം കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ വളരെ വേഗത്തിൽ നമ്മൾ ഓടിച്ച് പോകുമായിരുന്നു. ഇനി ഇത്തിരി കറക്കുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ അതുകൂടി നമ്മൾ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണെന്നല്ല, തീർച്ചയായും നോക്കി വെക്കണം. എവിടെ നിന്ന് ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന പാകത്തിലേക്ക് നമ്മൾ കടക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും കുറച്ച് പ്രീവിയസും കൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. പ്രീവിയസ് പരിചയപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കണം. ഇത് നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് നോട്ട് ചെയ്യുന്നില്ല ആരും. ചിലരൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്, ചിലരൊക്കെ നോട്ട് ചെയ്യുന്നില്ല. ശരി, അപ്പോൾ എന്താണെങ്കിലും പ്രീവിയസ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഈ തന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ വീണ്ടും കേട്ടൊന്ന് വർക്കൗട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പിള്ളേരാണെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഹെഡ്സെറ്റ് കുത്തിവെച്ച് കേൾക്കാനൊക്കെ ശ്രമിക്കുക. ആൺപിള്ളേരാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ. നിങ്ങൾ പാട്ട് കേൾക്കുന്നതിൻ്റെയോ വീഡിയോ കാണുന്നതിൻ്റെയോ ഒരു 5 മിനിറ്റ് നേരം ഇതിന് വേണ്ടി കൂടെ ഒന്ന് മാറ്റി വയ്ക്കുക. സ്പീഡിൽ ഓടിച്ച് കേട്ടാൽ മതി, എനിക്ക് വേണ്ടിയേ. ശരി, അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.